പ്രിയദർശിനി പദ്ധതി പുരുഷന്മാര് പാടെ അങ്ങ് മാറ്റി നിർത്തിയോ എന്നുള്ള കാര്യത്തിൽ അവകാശമാണ്. ആനുകൂല്യത്തിനപ്പുറം ഒരു അവകാശത്തെ നമ്മൾ എന്തിനാണ് ഔദാര്യമായി കാണുന്നത്? ഞാൻ അത്ര പ്രൗഢല്ല. മിണ്ടാതിരിക്കാം. പുരുഷന്മാർക്ക് കൂടി ഇത് സൗജന്യമാക്കി കൊടുക്കണം എന്നൊരു അഭിപ്രായം ഉണ്ടോ? എനിക്കില്ല. സൗജന്യം കൊടുത്തിട്ടല്ല ഒരിക്കലും വുമൺ എംപവർമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ ഇത് നല്ലൊരു പരിപാടിയാണിത്. ആ പുരുഷൻ എന്റെ അടുത്ത് വന്നിരുന്നപ്പോ അയാൾ ഇങ്ങനെ ഇരിക്കുന്നത്. തോണ്ടലും എല്ലാം ഫേസ് ചെയ്തിട്ടുള്ള സ്ത്രീകൾ എത്ര പ്രാവശ്യം ഇങ്ങനെ ഇരിക്കേണ്ടി വന്നിരിക്കും. KSRTC ബസ് എനിക്ക് വേറൊരു മൂഡാണ്. ഞാൻ ആ ടൈപ്പല്ല. ആ വാക്കിന്റെ ഒന്നുകിൽ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല. സവാദിന്റെ പ്രശ്നങ്ങൾ വരെ ഉണ്ടായില്ലേ? സവാദിനെ പൂമാലിട്ട് സ്വീകരിച്ചവരല്ലേ ഇവിടുത്തെ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ. നന്നായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ആ വീഡിയോയിൽ ഒരു നഗ്നതയും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. ഇങ്ങനൊന്നും എന്നോട് സംസാരിക്കില്ലേ വേഗം. സമ്പത്തുള്ള സ്ത്രീ ആണെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് പോവാലോ. എന്തേ അത് പോണെങ്കിൽ പൊക്കോ, ബാക്കിയുള്ളവർക്ക് കിട്ടരുതെന്ന് പറയുന്നതിൽ ഞാൻ എക്കണോമിക് ക്രൈറ്റീരിയ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഒരു BPL APL കാർഡ് പോലെ ഒരു കാർഡ് അടിച്ചാൽ കൊടുക്കാനാണ്. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് നമ്മളിതിലില്ല. നമ്മൾ അനാഥരാണ്. ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് ഈ പ്രിവിലേജ് വേണം എന്നുള്ള രൂപത്തേക്ക് എനിക്ക് വേണ്ട. അങ്ങനെ പറയരുത്. പുരുഷന്മാർക്ക് മാത്രം ഒരു ബസ് വേണം ഞങ്ങൾ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറും. ഇത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല. ഞാൻ ഊബർ വിളിച്ചാലും പോകും. ഈ ബർത്തേ നമ്മൾ ഏതെങ്കിലും ബസ്സിൽ പൊക്കിയാൽ എല്ലാ പുരുഷന്മാർക്ക് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. അല്ല, എല്ലാ മനുഷ്യന്മാർക്കും ഫ്രീ ആവട്ടെ. ചൊറയാക്കരുത്. ഇല്ല, ചൊറയാക്കില്ല. ചൊറയാക്കണം. ചൊറയാക്കിയിരിക്കും. പ്രിയദർശിനി പദ്ധതി, സ്ത്രീകളുടെ സൗജന്യ ബസ് യാത്ര. ആകെ കേരളത്തിൽ എവിടെ തിരിഞ്ഞാലും ഇപ്പോൾ ഇതാണ് ചർച്ച. കവലയിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും നാട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാം ഇതാണ് ചർച്ച. അപ്പൊ നമുക്കും കുറച്ച് സൊറ പറഞ്ഞാലോ? പിന്നെന്താ, വെറും സൊറയല്ല, Something rational. കുറച്ച് റാഷണലായിട്ട്, കുറച്ച് ലോജിക്കലായിട്ട്, കിടുവായിട്ട്. ചൊറയാക്കരുത്. ഇല്ല, ചൊറയാക്കില്ല, പക്ഷെ ചൊറയാക്കണം. സൊറയാക്കിയിരിക്കും. ഓക്കെ, അപ്പൊ പറ ഫർസ, എന്താണ് അഭിപ്രായം സ്ത്രീകളുടെ സൗജന്യ യാത്ര? എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇക്വാലിറ്റി ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ ഞാനിതിൽ ഇക്വിറ്റി കാണുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പല രൂപത്തിലും സ്ത്രീകൾ എന്താണ് പറയുക, സാമ്പത്തികമായിട്ട് പല രൂപത്തിൽ പിന്നോട്ട് നിൽക്കുന്നുണ്ട്. അതിന് ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി തന്നെയാണ്. പക്ഷേ എന്നാലും എനിക്ക് ചില അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പുരുഷന്മാര് പാടെ അങ്ങ് മാറ്റി നിർത്തിയോ എന്നുള്ള കാര്യത്തിൽ എല്ലാ രൂപത്തിലും സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ സമ്പത്തുള്ള ലൈക്ക് തോട്ടം തൊഴിലാളികളായിട്ടുള്ള പുരുഷന്മാരുണ്ട്, ലോട്ടറി കച്ചവടക്കാരുണ്ട്. ഇവരൊന്നും നമ്മൾ പരിഗണിക്കാതെ, ദിവസേന വെള്ള വേതനത്തിൽ ജീവിക്കുന്ന പുരുഷന്മാരെ പരിഗണിക്കാതെ സമ്പത്തുള്ള വീട്ടിലെ സ്ത്രീ സൗജന്യമായി യാത്ര ചെയ്യുന്നതോട് എനിക്ക് സമ്പത്തുള്ള വീട്ടിലെ സ്ത്രീകൾ അങ്ങനെ സൗജന്യമായിട്ട് തേണ്ടി ഇപ്പൊ നല്ല രീതിയിൽ ഏൺ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും KSRTC ബസ് ഇങ്ങനെ കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൽ തന്നെ ഈ ബസ് കാത്തു നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് പോകണമെങ്കിൽ ആ പൈസ എടുത്തിട്ട് ഞാൻ യാത്ര ചെയ്യും. അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അതൊക്കെ പോട്ടെ, നിങ്ങൾ ഇപ്പൊ തുടങ്ങിയിട്ട് ഈ ഒരു പ്രിയദർശിനി പദ്ധതി തുടങ്ങിയിട്ട് ഇത്ര ദിവസമായി, നിങ്ങൾ ആരെങ്കിലും യാത്ര ചെയ്തോ? എനിക്ക് വണ്ടി ഉണ്ടല്ലോ. വണ്ടിയുണ്ട്, അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഭാവനയോ ചെയ്തിട്ടില്ല? അവിടെ പാർവതിയോ? ഞാൻ കേറിയിട്ടുണ്ട്. ഇത് തുടങ്ങി അന്ന് തന്നെയാണ് കയറിയത്. അത് കൗതുകത്തിന്റെ പേരിലാണ് കയറി. അല്ല, പ്രിയദർശിനി കയറണം എന്ന് വെച്ചിട്ട് വരില്ല. അവിടെ ബസ് കിടന്നു, ഞാൻ കയറി. എനിക്ക് കറക്റ്റ് ഷിഫ്റ്റിന് വരണമായിരുന്നു. അപ്പൊ ഞാൻ കാശ് കൊടുക്കുന്നു, എന്റെ ഒന്നും മേടിക്കുന്നില്ല, ടിക്കറ്റ് ആയിരുന്നു. അപ്പോഴും ശരിയാണല്ലോ, ഇതിന്റെ ബെനിഫിഷ്യറി ഞാനും കൂടെ ആണല്ലോ എന്നുള്ളത്. അപ്പൊ ശരിക്കും ആ ഒരു മൊമെന്റിൽ തോന്നുന്ന ഒരു ഫീൽ എന്താണ്? ഒരു സന്തോഷമാണോ, പ്രൗഡാണോ? ഞാൻ അത്ര പ്രൗഡല്ല. കാരണം എനിക്ക് ഞാൻ 13 രൂപ കൊടുത്ത് കയറുന്ന ഒരാളാണ്. ആ 13 രൂപ എടുക്കാൻ എനിക്ക് കഴിവുണ്ട്. അപ്പൊ അതില്ലാത്ത ഒരാൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബെനിഫിറ്റ് ആണ്. പക്ഷെ എടുക്കാൻ പറ്റുന്ന എനിക്കും ഒരു ഫ്രീ ടിക്കറ്റ് തരേണ്ട ആവശ്യമില്ല. അത് വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇവർക്ക് യൂസ് ചെയ്യാമല്ലോ. വരുമാനം ബേസ് ചെയ്തിട്ട് തന്നെ, വരുമാനം ബേസ് ചെയ്ത് നമുക്ക് ഇത് കാറ്റഗറൈസ് ചെയ്തൂടെ? ശരിക്കും അതാണ് കാര്യം, അതാണ് ക്രൈറ്റീരിയ ആണ് കാര്യം. കാര്യമുണ്ട്, പറ. അതെ, ഇല്ല, ഫർസ പറഞ്ഞാണ് കാര്യം. അതാണ് എന്റെ അഭിപ്രായം. ക്രൈറ്റീരിയ ആണ് ഇതിലെ കാര്യം. നമ്മളെല്ലാവർക്കും ഫ്രീ കൊടുക്കേണ്ട കാര്യം എന്താണ്? ഒന്നതൊരു ഫ്രീ ബി കൾച്ചറാണ്. ഫ്രീ ബി കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഒരു കൾച്ചറായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ എല്ലാ സൗജന്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ KSRTC ഒരു പബ്ലിക് എൻ്റർപ്രൈസ് ആണ്. ഇപ്പം നമ്മളതിലെല്ലാം സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പോഴേ കട്ടപ്പുറത്താണ്. എല്ലാ മാസവും അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് സർക്കാർ അങ്ങോട്ട് പൈസ കൊടുത്ത് രക്ഷിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോൾ ഇത് വീണ്ടും ആ പൈസ കൊടുക്കൽ കൂടും, സ്വാഭാവികമായിട്ടും കൂടുമല്ലോ. നമ്മൾ എത്ര കാലം ഒരു സർക്കാർ സംവിധാനത്തെ ഇങ്ങനെ രക്ഷിച്ച് കൊണ്ടുപോകും? അല്ല, ഈ സർക്കാരിനെ ഇപ്പൊ നമ്മുടെ ധനമന്ത്രി VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി. അപ്പൊ സർക്കാരിന് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ
അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഇത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം 60 കോടിയുടെ ചിലവാണ്. അപ്പോൾ ഒരു വർഷം ഒരു 700 കോടിയുടെ ഒരു ചിലവ് എക്സ്ട്രാ വരും. അപ്പോൾ ഇത് മീറ്റ് ചെയ്യാൻ പറ്റും എന്ന് സർക്കാർ കോൺഫിഡൻ്റ് ആണ്. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ആസ്വദിക്കാൻ ഒരു കൂട്ടം സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പാവപ്പെട്ട സ്ത്രീകൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ എതിർക്കേണ്ട കാര്യമുണ്ടോ? കാര്യമില്ല എന്നല്ല, ക്രൈറ്റീരിയ എന്താണ് ക്രൈറ്റീരിയ? എന്താണ് ക്രൈറ്റീരിയ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ പാർവതിയൊക്കെ പറഞ്ഞല്ലോ, കൊടുക്കാൻ പറ്റാത്ത സ്ത്രീകൾക്ക് ഓക്കെ. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പണമുള്ള സ്ത്രീകൾക്ക് ഇത് വേണ്ട, പൈസക്കാരികളായിട്ടുള്ളവർ എന്തിനാണ് ഇത് കയറി ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പണമുള്ള ഒരു വീട്ടിലെ പോലും സ്ത്രീ എംപ്ലോയിഡ് ആവണമെന്നില്ല, അവർക്ക് ജോലി ഉണ്ടാവണമെന്നില്ല. ഏറ്റവും പണമുള്ള വീട്ടിലെ ഒരാൾ പോലും അവിടുത്തെ ഈ പറയുന്ന പുരുഷനെ എന്താണ് ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ ഈ മൊബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവുക. അതായത് ഭർത്താവിന്റെ അടുത്ത് ചോദിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ അച്ഛന്റെ അടുത്ത് ചോദിക്കേണ്ടി വരുന്നു, മകന്റെ അടുത്ത് ചോദിക്കേണ്ടി വരുന്നു. അവിടെ പണമല്ലല്ലോ, അതൊരു ജെൻഡറിനെ എങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ്, പക്ഷെ അത് സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ്, നമ്മുടെ സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ് തന്നെയാണ്. അത് ഇതൊരു പോവേർട്ടി ഇറാഡിക്കേഷൻ സ്കീമായിട്ടല്ല ഇത് വന്നിരിക്കും, അങ്ങനെ മാത്രമായിട്ട് കാണുന്നുണ്ടോ? സൗജന്യം കൊടുത്തിട്ടല്ല, എന്താണ് അല്ല സൗജന്യം കൊടുത്തിട്ടല്ല ഒരിക്കലും വുമൺ എംപവർമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാണ്? അതായത് നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ, സമൂഹത്തിൽ കുറെ കാലങ്ങളായി സ്ത്രീകൾ സേഫ് ആയിട്ടുള്ള യാത്രയ്ക്ക് കിട്ടുന്നില്ല. അവർ ഈ പറയുന്നത് പോലെ അവരെ ഒക്കുപേഷൻ എല്ലായിടത്തും ഒരേപോലെ സേഫ്റ്റി ഒരിക്കലും ഈ സൗജന്യം അല്ലല്ല ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതായത് ഒക്കുപേഷന്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരേപോലെ ജോലി ലഭിക്കില്ല. സ്ത്രീയും പുരുഷനും ഇപ്പോഴും റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ, അനുപാതം എടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാർ തന്നെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് സ്ത്രീകൾക്ക് എല്ലാ ജോലികളും എല്ലായിടത്തും പോയി ചെയ്യാൻ പറ്റില്ല. സ്ത്രീകൾ മാത്രമല്ല, ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡേഴ്സിനും സ്ത്രീകൾക്കും മാത്രമായിട്ട് ഇങ്ങനെ ഒരു ഇത് വരുന്നത്? പുരുഷനെ എന്തുകൊണ്ട് മാറ്റി നിർത്തി? ഒറ്റയടിക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഇക്വാലിറ്റി, ഒരു ജെൻഡറിനെ അങ്ങ് മാറ്റി നിർത്തിയെന്ന് അല്ല, കുറച്ചുകൂടി പ്രിവിലേജ് അനുഭവിക്കുന്ന, കുറച്ചുകൂടി ഈ പറയുന്നത് പോലെ കുറച്ചുകൂടി സാധ്യതകളുള്ള, അതായത് ജോലി ചെയ്യാനാണെങ്കിലും കൂടുതൽ, ഇപ്പൊ വേതനത്തിന് കാര്യമാണെങ്കിലും ഒരു ട്രാൻസ്ജെൻഡറിനും ഒരു സ്ത്രീക്കും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വേതനം തീർച്ചയായിട്ടും ഒരു പുരുഷന് കിട്ടുന്നുണ്ട് പലയിടങ്ങളിലും. എടുത്തൊരു ചോദ്യം, അതായത് ഇതിപ്പോ പുരുഷന്മാർക്ക് കൂടി ഇത് സൗജന്യമാക്കി കൊടുക്കണം എന്നൊരു അഭിപ്രായം ഉണ്ടോ? എനിക്കില്ല. ഇല്ല, സൗജന്യമായി ആർക്കും സൗജന്യം വേണ്ടെന്നാണ്. വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം. വേണ്ട എന്നാണ്. ഇതുവരെ ഉണ്ടെങ്കിൽ അതിന് ക്രൈറ്റീരിയ ആവട്ടെ. അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായും വേണ്ട എന്ന് വാദിക്കുന്ന ആള് തന്നെയാണ്. ഫ്രീബി എന്നുള്ള കൾച്ചറിനോട് ഒട്ടും യോജിക്കാത്ത ആളാണ് ഞാൻ. അതേത് സംവിധാനമാകട്ടെ. അതെന്താ ഇത്? പിന്നെ ഏത് അടിസ്ഥാനത്തിൽ? സർക്കാരിന്റെ ഒരു വെൽഫെയർ സ്കീമാണ്. അതിനെ എങ്ങനെയാണ് ഫ്രീബി ആയിട്ട് കണക്കാക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവില്ല. ആ വാക്കിന്റെ ഒന്നുകിൽ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവില്ല. അല്ല, സ്ത്രീ യാത്രികരുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പുരുഷന്മാർ ഓഫ് കോഴ്സ് KSRTC ഇനി നല്ല തിരക്ക് അനുഭവപ്പെടും. അപ്പോൾ പുരുഷന്മാർ ഇതുപോലെ ടിക്കറ്റ് എടുത്തിട്ട് എണീറ്റ് നിൽക്കണം എന്നാണോ സംവരണം സ്ത്രീകൾക്ക്? അതുപോലെ തന്നെ ടിക്കറ്റ് സംവരണം എന്തിനാണ്? സീറ്റ് സംവരണം എന്തിനാണ്? സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനാണ് സംവരണം. വേണ്ടയോ? അത് വേണം. ഞാൻ പറയുന്നത് ജനറൽ സീറ്റുകളും സ്ത്രീകൾ ഇരിക്കുന്നുണ്ടല്ലോ. ജനറൽ സീറ്റുകളിൽ എല്ലാവർക്കും ഇരിക്കാമല്ലോ. ഇരിക്കാം. സ്ത്രീകൾ ജനറൽ സീറ്റുകളിൽ ഇരിക്കും, സംവരണത്തിൽ ഇരിക്കും. അപ്പൊ കൂടി വരുന്ന ഇപ്പൊ യാത്രക്കാർ കൂടി വരും ചെയ്യും. അപ്പൊ ടിക്കറ്റ് എടുത്ത പുരുഷന്മാർ എണീറ്റ് നിൽക്കും വേണം. ഞാൻ അതിനോടാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറയട്ടെ, ഇതൊരു സൗജന്യം എന്ന് പറയുമ്പോ ഇതെന്തോ ഒരു എന്താണ് അവരുടെ ഒരു ഇതൊന്നും അല്ല. അതായത് നിങ്ങൾ ഈ പറയുന്നത് പോലെ സൗജന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് അവർക്ക് അവിടെ അവകാശം ഇല്ലെന്നോ, പൈസ കൊടുക്കുന്നവർക്കാണ് മേൽക്കോയ്മയെന്നോ അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പറഞ്ഞ ഇക്വിറ്റി നടപ്പാക്കണം. ഇക്വിറ്റി എന്തായാലും നടപ്പാക്കണം. അല്ല, ഞാൻ ഇവിടെ ഇപ്പോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എന്താണെങ്കിലും എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു പരിപാടിയാണിത്. അതെന്താണെങ്കിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും സൗജന്യം കൊടുത്തിട്ട് അങ്ങനെയാണെങ്കിൽ പിറ്റേ ദിവസം അടച്ചു കൂട്ടാന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു സർക്കാർ ഇങ്ങനെ ഒരു ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന് പറയുന്നത് അത് വെറും ഒരു വാഗ്ദാനമായിട്ട് ഒഴിഞ്ഞു പോവാണ് ചെയ്യുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, ആദ്യത്തെ മാസം തന്നെ അത് ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ചു. 100 ദിവസം ഫ്രീ ട്രയൽ ആണ്, ഒരു ട്രയൽ പോലെയാണ്. പക്ഷെ അങ്ങനെയെങ്കിലും തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാ ബസ്സിലും സൗജന്യം ആക്കിയിട്ടില്ല. പക്ഷെ അപ്പോഴും പറയുന്നത് 100 ദിവസം കഴിയുമ്പോൾ ഓർഡിനറി എന്നുള്ളത് മാറ്റിയിട്ട് അത് മിന്നൽ ബസ്സിലേക്ക്, സൂപ്പർ ഫാസ്റ്റിലേക്ക്, മറ്റ് ഫാസ്റ്റ് പാസഞ്ചറിലേക്ക്, AC ബസ്സിലേക്ക്, മറ്റ് ബസ്സിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അത്ര പോവോ? എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഈ പ്രിയദർശിനി പദ്ധതി എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര, സ്ത്രീകൾ പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്ന ഈ ഒരു VD സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ പ്രഖ്യാപനം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. അതാണോ സ്ത്രീകൾ ഏറ്റവും പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത്? സ്ത്രീകൾ ബേസിക്കലി ആഗ്രഹിക്കുന്നത് സൗജന്യത്തിനപ്പുറം സുരക്ഷയും സ്വാതന്ത്ര്യവുമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് രണ്ടും ആവശ്യമുണ്ടോ ഇപ്പൊ കേരളത്തില്? എന്ത് തോന്നുന്നില്ല. ഇല്ലേ? ആയിട്ടില്ല. ആയി വരുന്നു അല്ലേ? എന്തൊക്കെ പ്രശ്നങ്ങളോട് ഉണ്ടായി? സവാദിന്റെ പ്രശ്നങ്ങൾ വരെ ഉണ്ടായില്ലേ? സവാദിനെ പൂമാലിട്ട് സ്വീകരിച്ചവരല്ലേ ഇവിടുത്തെ പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ അല്ലേ? ഭാവനക്ക് തോന്നി. അതെ അതെ. പക്ഷേ ഈ ഫർസ പറഞ്ഞതിൽ തന്നെ ആൻസർ ഉണ്ട്. സ്ത്രീകൾക്ക് വേണ്ടത് സുരക്ഷയും സ്വാതന്ത്ര്യവുമാണ്. സഞ്ചാര സ്വാതന്ത്ര്യമാണ്. സഞ്ചാര സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല. അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വേണം. പുരുഷന്മാർക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് പൊതുവിടങ്ങളിലെ സ്ത്രീകളെ കൂടുതലാക്കുക എന്നുള്ളതാണല്ലോ ഇതിൽ മെയിൻ.
സഞ്ചാര സ്വാതന്ത്ര്യത്തിന് നമ്മൾ ഓർഡിനറി ബസ് കൊടുത്തിട്ട് എന്ത് കാര്യം? അങ്ങനെയെങ്കിൽ അതിന് വേറെ വാദമാണ്. അല്ല ഞാൻ പറയട്ടെ, സൗജന്യം എന്ന് പറയുന്നത് സൗജന്യം ഉണ്ടായാലും സ്ത്രീകൾ ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ച് പുരുഷന്മാർക്ക് ഇറങ്ങുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് ഗിൽട്ട് ഇല്ല. സ്ത്രീകളെ സംബന്ധിച്ച് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കുണ്ട് ഗിൽട്ട്. എന്താ ഗിൽറ്റ്? ഇടയ്ക്ക് ഗിൽട്ട് വരും. എന്തിനൊക്കെയോ ഗിൽട്ട് വരും. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഈ പുരുഷന്മാര് സഞ്ചാര സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു, പൂർണ്ണമായിട്ട് സുരക്ഷിതത്വം അനുഭവിക്കുന്നുള്ള തെറ്റിദ്ധാരണയാട്ടോ. അങ്ങനെ ഇല്ല. പുരുഷന്മാർക്കും ഈ പറഞ്ഞ ബസ്സിലൊക്കെ ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് പുരുഷന്മാർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവങ്ങളുള്ള ആളുകളുണ്ട്. എങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ്? എങ്ങനെയുള്ള ഇപ്പൊ ബുദ്ധിമുട്ടുകൾ? ഒരു പുരുഷൻ ഇപ്പൊ ഇത് കാണുന്ന പുരുഷന്മാർക്ക് മനസ്സിലാവും, ഒരു സിനിമാ തിയേറ്ററിലോ അല്ലെങ്കിൽ ഒരു ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പബ്ലിക് പ്ലേസിൽ പുരുഷന്മാരാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട്, ആൺകുട്ടികളുണ്ട്, പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളുണ്ട്. അതിപ്പോ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയൊക്കെ ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളുള്ള ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷെ അതധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. വെങ്കിയുടെ അഭിപ്രായം എന്താ? ഇതിൽ എനിക്ക് ആഡ് ചെയ്യപ്പെടാനുള്ള മിസ്ഗൈഡഡ് ആയി പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അതേ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വേറെ രീതിയിൽ പ്രചരിപ്പിക്കട്ടെ. ഞാൻ ഒരിക്കലും സ്ത്രീ സുരക്ഷ താഴ്ത്തിപ്പറയ ഒന്നുമല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കുകയും ചെയ്യരുത്. പല രീതിയിൽ മിസ്ഗൈഡ് ആകപ്പെട്ട പുരുഷന്മാരുണ്ട്. അതായത് തൊട്ടടുത്ത് ഇങ്ങനെ സ്ത്രീകൾ വന്നിരിക്കുമ്പോഴോ മറ്റൊക്കെ അടുത്ത് തന്നെ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ മിസ്ഗൈഡ് ആയി പോകാനുള്ള ചാൻസുകളാണ് ഞാൻ രണ്ടോ കേസുകൾ എടുത്തിട്ട് ഇങ്ങനെയുള്ള വലിയൊരു പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് പ്രശ്നം. ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് എല്ലാത്തിനെയും നമുക്ക് ഒറ്റ ഒരു ജനറലൈസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല എന്നാണ്. ഇങ്ങനെയുള്ള കേസുകളുണ്ട്, അതിനെ ഈ പറയുന്നത് പോലെ യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളുണ്ട്, മിസ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. ആ മിസ്യൂസ് ചെയ്ത് ഒന്നോ രണ്ടോ കേസ് എടുത്തിട്ട് ഇവിടുത്തെ ഇങ്ങനെ പല ഒരുപാട് പ്രശ്നങ്ങൾ അതിന്റെ ഒരു പ്രശ്നം അർത്ഥമില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇനി മുന്നോട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഒരു സ്ത്രീ റേസ് ചെയ്താൽ അതിന് വിശ്വസിക്കാനും പുരുഷന്മാരെ ഫർസ പറഞ്ഞൊരു കാര്യം കറക്റ്റ് ആണ്. അതായത് കേരളത്തിലെ എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്, എല്ലാ പുരുഷന്മാരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. അതാണ് ഇതിന്റെ പോയിന്റ്. തീർച്ചയായും അതായത് ഈ ഒരു ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ നോട്ട് ഓൾ മെൻ ബട്ട് അതെ എക്സാക്ട്ലി ആ ഒരു സെന്റൻസിൽ തന്നെ എല്ലാം നോട്ട് ഓൾ മെൻ ബട്ട് ഓൾവേസ് എ മാൻ. ഓൾവേസ് എ മെൻ. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നേ, ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. അതായത് ഇനി ബസ്സിൽ കയറി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അബദ്ധം പറ്റിപ്പോലും ഒരു സ്ത്രീയുടെ അടുത്ത് പോയി ഇരുന്നേക്കല്ലേ എന്നുള്ള ആൾക്കാരുണ്ട്. ഇതിന് ഭയങ്കര കോമഡി ആയിട്ട് അല്ല, അത് കോമഡി ആക്കിയത് ഓവർ ആക്കിയത് നശിപ്പിച്ചു. പക്ഷേ ഇപ്പൊ ഈ ബസ്സിലേക്ക് സ്ത്രീകളുടെ അടുത്ത് വന്നിരിക്കാൻ ഒരു കാലി സീറ്റ് കിടക്കുന്നുണ്ട്. ബസ്സിൽ നല്ല തിരക്കുണ്ട്, ഇവിടെ ഒരു സീറ്റ് ഫ്രീ ആണ്. പക്ഷെ അവിടെ വന്നിരിക്കാൻ ഒരു പുരുഷൻ മടിക്കുന്നുണ്ടോ? എന്റെ ഒരു അനുഭവം പറയാം. ഈ സംഭവങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലും മറ്റും ആ ഒരു ആത്മഹത്യ ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, എന്റെ അടുത്ത് ഒരു കാലി സീറ്റ് ഉണ്ടായിരുന്നു. ആ പുരുഷൻ എന്റെ അടുത്ത് വന്നിരുന്നപ്പോ അയാൾ ഇതാ ഇങ്ങനെ ഇരിക്കുന്നത്, എന്റെ അടുത്തേക്ക് പോകുന്നില്ല, അയാൾ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കോള് വന്നിട്ട് ഫോൺ എടുത്താൽ പോലെ അയാൾ പേടിക്കും ഭയങ്കരമായിട്ട്. ഞാൻ സാധാ പോലെ നമ്മള് KSRTC-ലൊക്കെ പോകുമ്പോ വിൻഡോ സീറ്റ് അടിക്കുക നമ്മളിങ്ങനെ സെൽഫി ഞാൻ കണ്ടത്. അയാൾ പേടിച്ചിട്ട് അയാൾ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് എന്താണെന്നറിയോ? ഇത്രയും കാലമായിട്ട് തൊടലും ഈ എന്താണ് തോണ്ടലും എല്ലാം ഫേസ് ചെയ്തിട്ടുള്ള സ്ത്രീകൾ എത്ര പ്രാവശ്യം ഇങ്ങനെ ഇരിക്കേണ്ടി വന്നിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു കേസ് വന്നപ്പോൾ ഇവർ ഇത്രയും പേടിക്കുന്നുണ്ട്, അയ്യോ എന്റെ ഇത് പ്രശ്നമാവോ എന്നുള്ളത് പേടിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ഈ പറയുന്ന തോണ്ടലുകൾ ഫേസ് ചെയ്തിട്ടുള്ള സ്ത്രീകൾ എത്രയോ പ്രാവശ്യം. ഇപ്പുറത്ത് അതിലും വലിയൊരു പ്രശ്നം നിൽക്കുന്നുണ്ട്. ഞാൻ ഇതിനെ കുറച്ച് കാണുകയല്ല. അല്ല, ഇതിൽ ഒട്ടും കുറച്ച് കാണാനുള്ള കാര്യങ്ങളേ അല്ല. പക്ഷെ ഇതിലൊരു പ്രശ്നമുള്ളത് റീച്ചിന് വേണ്ടിയിട്ട് ഈ അടുത്ത കാലത്ത് മാത്രം ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം എന്താണ് ഈ ബസ്സിനുള്ളിൽ എനിക്ക് സംഭവിച്ചത് കണ്ടോ, ട്രെയിനിനുള്ളിൽ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് കണ്ടോ, അങ്ങനെ അതൊരു വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് അതിലൂടെ കുറച്ച് പേരെങ്കിലും ചെയ്യുന്നുണ്ടോ? ജെന്യുവിൻ ആയിട്ടുള്ള കേസുകളാണ് കൂടുതലും. പക്ഷേ അത് ഒരു അവസരമാക്കി എപ്പോഴാണ് ഇത് വീഡിയോ എടുക്കാൻ സ്ത്രീകൾ കൂടുതലായിട്ട് തുടങ്ങിയതെന്ന് ഞാൻ പറയാം. അതായത് ഇപ്പൊ ഞാനൊരു ബസ്സിൽ ഒരു അതിക്രമം നേരിടുന്നു, എന്നെ ഒരാൾ വയലേറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് എത്തുന്ന സമയത്ത് ഞാൻ എണീറ്റ് നിന്ന് പറയുമ്പോൾ അയാൾ പറയുകയാണ് ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ബസ്സിൽ നിന്ന് ഇങ്ങനെ പ്രശ്നം വരുമ്പോൾ കൂടുതൽ ചിലപ്പോൾ കണ്ടക്ടർ ഇടപെടും, ഇവരുണ്ടാവും, ബാക്കി കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ചിലപ്പോൾ എതിർക്കുന്നത് സ്ത്രീകൾ തന്നെയായിരിക്കും. ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു ഇതൊന്നുമില്ല, അങ്ങനെയൊന്നും എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് ഫേസ് സ്ത്രീകളും പ്രതികരിക്കാൻ നിങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്യാൻ പൊതുവേ ഈ പറയുന്നത് പോലെ എല്ലാവരും ഒന്നും പ്രതികരിക്കില്ല. കണ്ടക്ടർ എന്റെ ഒരു അനുഭവമാണ്, ഞാൻ പേഴ്സണൽ അനുഭവത്തിനാണ് പറയുന്നത്. എനിക്ക് ശരിയാണ്, കാരണം സ്ത്രീകൾ പൊതുവെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആൾക്കാരല്ല. ചെയ്തിട്ടില്ല എന്ന് ഇയാൾ പറയുകയാണെങ്കിൽ തെളിവില്ല, വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടിട്ടുണ്ട് ഇടുന്നതിന്റെ അടിയിൽ വരുന്ന കമന്റ്സ് ഭയങ്കര ഭീകരമാണ്. അയ്യോ അവർക്ക് ഒരു കുടുംബം ഉണ്ടാവില്ല, മുഖം ബ്ലർ ചെയ്തൂടെ, അതെന്താ ഈ സ്ത്രീക്ക് ഒരു കുടുംബം, ഈ സ്ത്രീക്ക് ഒരു കുട്ടിയില്ലേ, ഭർത്താവില്ല, ഇതൊന്നും ആലോചിക്കുന്നില്ല. ആ എന്താണ് നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കൊരു കുടുംബം ഇല്ല, അവരുടെ ഫേസ് ബ്ലർ ആക്കണം എന്നാ പറഞ്ഞ. ഒരിക്കലും ഞാൻ പറയും ബ്ലർ ആക്കരുത്. എന്താ ഇടണോന്നാണോ ഞാൻ പറയണേ? എനിക്കിടണം, ഞാനാണെങ്കിൽ ഇടും, ഉറപ്പായിട്ട് ഇടും. നിങ്ങളൊക്കെ പ്രൈവറ്റ് ബസ്സിൽ കയറാറുണ്ടോ സ്ഥിരമായിട്ട്? നല്ല രസമായി പാട്ടൊക്കെ കേട്ട്
അപ്പൊ KSRTC ൽ പാട്ട് അല്ല ഇത് പ്രൈവറ്റ് ബസ്സുകാർക്ക് ഒരു പണിയാണോ ശരിക്കും ഈ ഫ്രീ യാത്ര, സൗജന്യ യാത്ര? പണിയാവുന്നാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് അതിന്റെ ഒരു നേരിട്ടുള്ള ഒരു അനുഭവം എനിക്കറിയില്ല. ഞാൻ പ്രൈവറ്റ് ബസ്സിൽ കയറാത്ത ആളാണ്. ഞാൻ അല്ല, ഏത് ഒരിക്കലും ബസ്സിലാണെങ്കിലും- പ്രൈവറ്റ് ബസ്സിൽ കയറാത്ത ആളാണ്. എന്താ കാര്യം എന്താ? അല്ല, എനിക്ക് തീരെ പറ്റില്ല. എനിക്ക് അവരുടെ ഒരു തിക്കി തെരഞ്ഞ ഭയങ്കര അടഞ്ഞൊരു KSRTC ബസ്സിൽ atmosphere ആണ്. തിക്കും തിരക്കില്ല. തിക്കും തിരക്കിണ്ടില്ല. KSRTC ബസ് എനിക്ക് വേറൊരു മൂഡാണ്. തുറന്നു പറയല്ലോ, വേറൊരു മൂഡാണ്. ആനവണ്ടിയെ പ്രണയിച്ച KSRTC ബസ്സിന്റെ ഒരു വിൻഡോ സീറ്റ്, പിന്നെ ആ ഒരു തുറന്ന ജനാല, അങ്ങനെയൊക്കെ കാഴ്ചകള്, പോകുമ്പോൾ headset ല് ഒരു കാഴ്ചകളൊക്കെ പാട്ട്. കണ്ട് പ്രൈവറ്റ് ബസ്സിൽ തുറന്ന ജനാലയില്ലേ? എനിക്ക് തുറന്ന ജനാലയുടെ അല്ല, അതിനൊരു എക്സ്പീരിയൻസിന്റെ കാര്യമാണ്. പല പ്രൈവറ്റ് ബസ്സുകളും വളരെ കൺജസ്റ്റഡ് ആയി, ആൾക്കാരുടെ കേസിലല്ല, സീറ്റിംഗിന്റെ കേസ്, അതിന്റെ സെറ്റപ്പിന്റെ കേസ് വളരെ കൺജസ്റ്റഡ് ആയി. KSRTC-യെക്കാളും എല്ലാവരെയും ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നില്ല, പക്ഷെ കുറച്ചെങ്കിലും ജീവനക്കാർ വളരെ മോശം രീതിയിൽ യാത്രക്കാരോട് പെരുമാറുന്നവരുണ്ട്. അത് നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ പോകുന്നത്. അപ്പൊ നമ്മൾ ജീവനക്കാരുടെ പെരുമാറ്റം എങ്ങനെയാണ്? കുറച്ചുകൂടി ഞാൻ താരതമ്യേന ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ശരിയാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ ഓക്കെ ആണ്. നാഷണലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് റൂട്ടുകളുണ്ടല്ലോ. ഞാൻ ഒരു മലപ്പുറത്തുകാരിയാണ്, പൊന്നാനിക്കാരിയാണ്. എന്റെ നാട്ടില് ഈ പറയുന്ന സ്ത്രീകൾക്ക് ഒരിക്കലും ഈ പറഞ്ഞ ഇക്വിറ്റി കിട്ടില്ല, ഇക്വാലിറ്റി കിട്ടൂല. ഈ മലപ്പുറമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ജില്ല, ഏറ്റവും കൂടുതൽ അതെ, ജനസംഖ്യയുള്ള നിയമസഭാ മണ്ഡലങ്ങളുണ്ട്, ഏറ്റവും കൂടുതൽ സ്ത്രീകളുണ്ട്. എന്നിട്ടുള്ള മലപ്പുറത്തോട് എന്താണ് ഇങ്ങനെ ഒരു അവഗണന? എപ്പോഴും ഉണ്ട്, എനിക്ക് ഫീൽ ചെയ്തിട്ട്. വീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചു അവിടെ ബസ്സിൽ ഈ പ്രിയദർശിനിയൊക്കെ എക്സ്പീരിയൻസ് ആളുകളുണ്ടോ? ഒരാളങ്ങോ പോയത് കേട്ടു. ഒരാളെ എന്റെ ഫാമിലിയിൽ തന്നെ ഒരാൾ പോയതേ ഞാൻ കേട്ടുള്ളൂ. പക്ഷെ ബസ് കുറവാണ്, ഓർഡിനറി ബസ്സുകൾ ഭയങ്കര കുറവാണ്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇത് കുറെ നാളുകളായിട്ട് മലബാറിന്റെ ഒരു പരാതിയാണ് അല്ലേ? അതെ. പക്ഷെ അത് വേണ്ട രീതിയിൽ ആരും പരിഹരിക്കുന്നില്ല. ഇത്തവണ പരിഹരിക്കുന്നു പറയുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിലും നാട്ടിൽ പോയിട്ട് ഞാൻ KSRTC കയറാലോ. എനിക്ക് KSRTC പ്രിയദർശിനിയിലാണ് കയറാൻ പ്രിയദർശിനി ടിക്കറ്റ് വാങ്ങാതെ യാത്ര ടിക്കറ്റ് മേടിച്ച് പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്താലോ? ഞാൻ ചോദിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യത്തെ നിങ്ങളൊരു ഔദാര്യമായി കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അവകാശമാണ്, ആനുകൂല്യത്തിനപ്പുറം ഒരു അവകാശത്തെ നമ്മൾ എന്തിനാണ് ഔദാര്യമായി പക്ഷെ കാണുന്നത്? ബാബു നേരത്തെ പറഞ്ഞു, എന്താ പറയാ, സമ്പത്തുള്ള സ്ത്രീ വേണമെങ്കിൽ പൈസ കൊടുത്ത് പോയിക്കോട്ടെ. അങ്ങനെ ഞാൻ സമ്പത്തുള്ള സ്ത്രീയാണ്, സമ്പത്തുള്ള സ്ത്രീ ആണെങ്കിൽ ഞാൻ പൈസ കൊടുത്ത് പോവാലോ. എന്തേ അത് പോണെങ്കിൽ പൊക്കോ, ബാക്കിയുള്ളവർക്ക് കിട്ടരുതെന്ന് പറയുന്നതിൽ ഞാൻ കിട്ടരുതെന്നല്ല പറഞ്ഞ. BPL അല്ലെങ്കിൽ ഇതിന് കാർഡ് കൊടുത്തിറക്കുന്നതല്ല. നിങ്ങൾ ഏറ്റവും പ്രശ്നം ഇതാണ്. നിങ്ങൾ ഇതിലൊരു ഈഗോയുടെ ആവശ്യമുണ്ടോ? എന്തിനാണ് ഈഗോ? അതെ, ഒരു സർക്കാർ ആശുപത്രി പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അവിടെ സൗജന്യമല്ലേ? അപ്പൊ അത് എനിക്ക് സൗജന്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് ആശുപത്രി എന്താ പോകാത്ത? വലിയ ചിലവായതുകൊണ്ടാണ്. ഇത് ഔദാര്യമല്ല, ഔദാര്യം നമ്മുടെ അവകാശമല്ലേ? അല്ല, ഞാൻ പറയുന്നത് ഇവർ പലരും പറയുന്നത് BPL കാർഡും APL കാർഡും പോലെ കാർഡ് അടിച്ചിറക്കാന്ന് പറഞ്ഞു. ഞാൻ സമ്പത്തുള്ള വീട്ടിലെ സ്ത്രീ, ജോലിയിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള സ്ത്രീകൾ സമ്പത്തുള്ള വീടുകളിലുണ്ട്. അവരവിടുത്തെ പുരുഷന്മാരെ എന്താണ് ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. പറയുന്നത് ഒരു സമ്പത്തുള്ള വീട്ടിലുള്ള ഒരു സ്ത്രീ അവിടുത്തെ ആണുങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഭാവനയ്ക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ? എങ്ങനെയാണ് ജോലിയില്ലാത്ത സ്ത്രീകളുണ്ട്? പാരമ്പര്യമായിട്ട് സ്വത്ത് കിട്ടില്ലേ? പാരമ്പര്യമായുള്ള സ്വത്ത് ആണുങ്ങൾ വഴി മാത്രമല്ലല്ലോ വരുന്നത്. ആണുങ്ങൾ വഴി മാത്രമേ സ്വത്ത് ഇവിടെ കിട്ടുള്ളൂ. ആണുങ്ങളുടെ കീഴിലെ സമ്പത്തുള്ള അൺഎംപ്ലോയിഡ് സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു അഭിപ്രായമാണ്. എംപ്ലോയ്മെന്റും പണം കൈകാര്യം ചെയ്യുന്നതും ഇപ്പോഴും പല വീടുകളിലും പുരുഷ കേന്ദ്രീകൃതമാണ്. അതാണ് പല വീടുകളിലും. അതെ, ഇവിടെ ഒരു പെർസ്പെക്റ്റീവ് ആണ് അത്. കാരണം അവിടെ ഒന്നുകിൽ ആദ്യമേ അങ്ങനെ പറയണമായിരുന്നു പലരും. അങ്ങനെയല്ല പറഞ്ഞത്. സമ്പത്തുള്ള വീട്ടിലെ പലരും അതിപ്പോ മാറ്റി തിരുത്തിയപ്പോഴാണ് മാറ്റിയത്. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഈ പണമുള്ള വീട്ടിലെ ആണെങ്കിലും സ്ത്രീകൾ പുരുഷന്മാരെ എന്താണ് അവരെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അവരെ ആശ്രയിച്ച് നിൽക്കുന്നവരുണ്ട്. ഓക്കെ, ഇപ്പോഴും അതായത് കുറച്ചുകൂടി ഗ്രാമപ്രദേശങ്ങളിലുള്ള പല സ്ത്രീകളും സിറ്റി കാണാത്ത സ്ത്രീകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനെയും എന്താണ് ആശ്രയിക്കാതെ അവർക്ക് യാത്ര ചെയ്യാൻ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് ടൗണിൽ എത്താൻ പറ്റും, അവർ ആവശ്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പൊതു ഇടങ്ങളിൽ പുരുഷന്മാരെ സംബന്ധം കിട്ടിയിട്ട് അവർ ഇറങ്ങുള്ളൂ. അത് ഞാൻ പറയുന്നത് അത് ഞാൻ പറയുന്ന സമ്പത്തുള്ള വീട്ടിലെ പുരുഷ കേന്ദ്രീകൃത സൊസൈറ്റി ആണല്ലോ ഇവിടെ. അപ്പോഴും ഭാവന പറഞ്ഞ എന്താണ്, സമ്പത്തുള്ള വീട്ടിലെ സ്ത്രീ ആണെങ്കിലും പുരുഷന്മാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. പാവപ്പെട്ട വീട്ടിലെ സ്ത്രീക്ക് ഗ്രാമീണ കാഴ്ച കാണാൻ വേണ്ടി പെട്ടെന്ന് ഒരു ദിവസം ബസ്സിൽ കയറി പോവാണെങ്കിൽ എവിടെയാണ് പുരുഷന്മാരെ സമ്മതം? മനസ്സിലായില്ല എനിക്കത്. ഞാൻ പറഞ്ഞത് സമ്പത്തുള്ള വീട്ടിലെ സ്ത്രീയാണ്. ഭാവന പറഞ്ഞു പുരുഷന്മാരെ. ഞാൻ സമ്പത്തുള്ള വീട്ടിലെ സ്ത്രീകളെ ഉൾപ്പെടുത്തി പറഞ്ഞതാണ്. നിങ്ങൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൈസയുള്ള ആളുകൾക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. അവരും സെൽഫ് ഇൻഡിപെൻഡന്റ് ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരും ഈ പറയുന്ന പോലെ പൈസ അവിടെ പോകണമെങ്കിൽ കുറച്ച് പൈസ തരുമെന്ന് ചോദിക്കുന്ന സ്ത്രീകളുണ്ട്. അങ്ങനെ കണ്ണടച്ച് നമുക്കത് ഇല്ല, പൈസ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. ശരിയായിരിക്കാം, ഈ പറയുന്നത് പോലെ കയ്യിൽ പൈസ ഉള്ളവരും ഉണ്ടാവും. അപ്പോഴാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ക്ലാസ് ഡിഫറൻസ് ഉണ്ടാകുന്ന സമയത്ത് അവർ ആശ്രയിക്കുന്നത് പ്രിയദർശിനി ബസ്സിനെ കാത്തു നിൽക്കേണ്ട ആവശ്യം മോസ്റ്റ് ഓഫ് ദി ആളുകൾക്കും ഇല്ല. നമ്മുടെ ഗതാഗത മന്ത്രി വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ, പൈസ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് കാശുള്ള വീട്ടിലെ ആള്
ഭർത്താവിന്റെ അടുത്തോ മറ്റു പുരുഷന്മാരല്ല വീട്ടിലുള്ള മറ്റു പുരുഷന്മാരോട് കാശ് വെച്ച് ഓർഡിനറി ബസ്സിൽ കയറി പ്രിയദർശിനി യാത്രയ്ക്ക് വേണ്ടി ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചത്. ഇത് തന്നെയാണ് ഞാൻ എനിക്ക് ചോദിച്ചത്. അപ്പൊ തോന്നുന്നില്ല. പ്രിയദർശിനി എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് പോലെ അവര് കാശ് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഊബറിന് കൊടുക്കാനുള്ള കാശ് ചോദിക്കാമല്ലോ. അപ്പൊ അവിടെ സമ്പത്താണ് പ്രശ്നം. അവിടെ വെങ്കി ഒന്ന് ഇടപെടണം. സമ്പത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു നമ്മളിതിലില്ല criteria വരണം എന്ന് പറയാൻ നമ്മളിതില്ല. reason അതാ. ശരി, സമ്പത്താണ് പ്രശ്നം. എങ്ങനെയാണ് പറ? ഞാൻ അതാണ് പറഞ്ഞത്. സ്ത്രീയോ പുരുഷനോ ട്രാൻസ്ജെൻഡറോ എന്തോ ആയിക്കൊണ്ട് ഇവിടെ അവിടെ ഒരു എക്കണോമിക് ക്രൈറ്റീരിയ വരട്ടെ. വെങ്കി പറഞ്ഞതിനോട് ഞാൻ ഏറ്റവും കൂടുതൽ യോജിക്കുന്ന കാര്യം എക്കണോമിക് ക്രൈറ്റീരിയ ആണ്. എക്കണോമിക് ക്രൈറ്റീരിയ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഒരു BPL APL കാർഡ് ഒരു കാർഡ് അടിച്ചാൽ കൊടുക്കാനാണോ പോകുന്നത്? എങ്ങനെയാണ് കൊണ്ടുവരുന്നത് പറയുന്നത്? ഭാവന ഒരു ബേസിക്കലി ദിവസത്തേക്ക് ട്രയൽ റൺ ചെയ്യുന്നതിന് മുന്നേ ആദ്യം ഇവിടെ എന്താണ് ആവശ്യം, എന്താണ് നമ്മുടെ നാട്ടിലേക്ക് സ്ത്രീകളുടെ ആവശ്യം എന്ന് mobility ആണ് പഠിക്കേണ്ട ആവശ്യം. സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സ്ത്രീകളുടെ mobility ആണ് ഇവിടെ ആവശ്യം. അല്ല ഇതിലേ ഉത്തരവാദിത്തം ഇതില് മാറി ഇപ്പോ എല്ലാ KSRTC ബസ്സുകളിലും സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ഓർഡിനറിയിൽ മാത്രം ആക്കിയതിന് തന്നെ ഇപ്പം വലിയ വിവാദവും പ്രതിഷേധവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ തന്നെ സ്ത്രീകളിൽ തന്നെ ഒരു പ്രത്യേക കാറ്റഗറിക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഇത് സമ്പത്തുള്ളവർക്ക്, അല്ലെങ്കിൽ ജോലിയുള്ളവർക്ക്, ജോലി ഇല്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇവർ ഇത്ര കണ്ടുപിടിക്കുന്നത് ദൂരത്തേക്ക് മനസ്സിലാവുന്നില്ല. എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീണ്ടും അത് തരംതിരിച്ചു കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ, കൂടുതൽ വിവാദങ്ങൾ. അതിനുവരെ എല്ലാ സ്ത്രീകളും ആസ്വദിക്കട്ടെ എന്ന് വിചാരിക്കുന്ന കുറച്ചുകൂടി ഒരു നല്ലൊരു കാഴ്ചപ്പാടല്ലേ? അങ്ങനെ ചിന്തിച്ചാൽ പോരെ. അപ്പൊ കിട്ടേണ്ട മറ്റ് പലർക്കും കിട്ടാതെ പോകുന്നു എന്നുള്ളതാണ് എന്താണ് ഒന്നാമത്തെ ഇത് ആർക്കാ ഇവിടെ രണ്ടാമത്തെ കിട്ടാത്തത്? വേറെ ആർക്കാ കിട്ടാത്ത ഞാനൊരു കാര്യം, പോയതാരാ? ഒരു ഉദാഹരണം പറയാം. ഒരു ബസ്സിൽ ഞാൻ യാത്ര ചെയ്യുന്നു, അതായത് ഈ പറഞ്ഞ ബേസിക് മിനിമം ഫെയർ 13 രൂപ കയ്യിലെടുക്കാൻ പറ്റുന്ന കഴിവുള്ള ഞാൻ കയറുന്നു. എന്നാൽ 13 രൂപ എണ്ണിപ്പറക്കി എങ്ങനെ എടുക്കുന്ന ഒരു പുരുഷനും കയറുന്നു. അയാൾ എന്ത് തരവും ആയിക്കോട്ടെ. ഇവർ രണ്ടുപേരും കയറുന്നു. എനിക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടുന്നു. എന്റെ കയ്യിൽ 13 രൂപ എടുക്കാനുണ്ട്, പക്ഷെ എനിക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടുന്നു. അയാൾ കഷ്ടപ്പെട്ട് എവിടെ നിന്നൊക്കെയോ നുള്ളിപ്പറക്കി 13 രൂപ കൊടുക്കുന്നു. അവിടെ ഒരു ഇക്വാലിറ്റി ഉണ്ട്. അവിടെ എന്നിട്ട് അയാള് ആ എന്തോ തിക്കും തിരക്കും ഇതാണ് ബസ്സിൽ അയാള് ഇതാണ് നിൽക്കുന്നു. ശരിക്കും ശരി, അതായത് അല്ല അതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ പറയുന്ന ഒരു പുരുഷൻ ഇപ്പൊ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുമ്പോൾ ശരിക്കും അതിന്റെ ബെനിഫിഷ്യറി സ്ത്രീകൾ മാത്രമാണോ? ആ സ്ത്രീകൾ ഏത് വീട്ടിൽ നിന്നാണോ വരുന്ന ആ വീട്ടിലെ പുരുഷന്മാർക്ക് കൂടിയല്ലേ? ആ പുരുഷന്മാർ ആ ഒരു വീട്ടിലേക്കല്ലേ ഈ ഒരു എക്സ്ട്രാ ഈ ഒരു ഇൻകം വരുന്നത്? അതായത് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അത് ഇപ്പൊ ആ ഒരു പുരുഷന് 13 രൂപ കൊടുത്ത് യാത്ര ചെയ്യുന്ന ആ പുരുഷന്റെ കൂടെ ഒരു സ്ത്രീയും കൂടി ഉണ്ടാവും. അപ്പൊ ആ സ്ത്രീക്ക് അവിടെ സൗജന്യമാണ്. അങ്ങനെ ഒരു ലാഭം ഞാൻ അവിടെ അതാണ് വരുന്നില്ലേ? പറഞ്ഞത്. പുരുഷന്മാരെ കൂടി നിങ്ങൾ ഈ കണ്ടാൽ പുരുഷന്മാരുടെ കാര്യം നമ്മുടെ മുഖ്യമന്ത്രി ഉദ്ഘാടനം അതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. എന്തോ വിയോജിപ്പുണ്ട്. ആ, yes. അങ്ങനെ അതായത് പറയാൻ പാടില്ല. പുരുഷന്മാരുടെ കയ്യിൽ സ്ത്രീ മദ്യപാനി- കൊടുത്താൽ അത് വീട്ടിലേക്ക് എത്തില്ലെന്ന് പറയാൻ പാടില്ല. അതൊരിക്കലും പാടില്ല. കാരണം 20,000 10,000 15,000 രൂപയ്ക്ക് കൂലിപ്പണി എടുക്കുന്ന ആള് കുടുംബം നോക്കുന്ന ആൾക്കാരുണ്ട്. പുരുഷന്മാരാണ് കുടുംബം കൂടുതൽ. അന്തസ്സായിട്ട് കുടുംബം നോക്കുന്ന പുരുഷന്മാരുണ്ട്. ഇതാണെങ്കിൽ നമ്മുടെ സർക്കാർ സ്ത്രീകൾക്ക് എല്ലാവർക്കും സൗജന്യ യാത്ര എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അത് എത്രയും വേഗം നടപ്പിലാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്വമായിരുന്നു. കാരണം അത് അത്രയധികം ആളുകൾ എവിടെ സൗജന്യ യാത്ര എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. സർക്കാർ നടപ്പിലാക്കി. അപ്പോൾ ഇതിൽ കൂടുതൽ സ്ത്രീകൾ അപ്പോൾ KSRTCയിലേക്ക് കയറുക. സ്ത്രീകൾ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് പുരുഷന്മാർ വേറെ ബസ്സിലേക്ക് പോയില്ല, അവരും വീണ്ടും KSRTC ബസ്സിലേക്ക് കയറുക. അങ്ങനെ കൂടുതൽ ആളുകൾ ഇതിന്റെ ഒരു പങ്കാളിത്ത യാത്രക്കാരായിട്ട് മാറുക. അങ്ങനെ ഈ KSRTC കൂടുതൽ ലാഭത്തിലാവാനുള്ള ഒരു ചാൻസ്, അങ്ങനെ ഒരു സംഭവം ഇല്ല ഇതിൽ. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ത്രീകൾ ലാഭിക്കുന്ന പണം അവർ കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നു, കൂടുതലായിട്ട് അവർ ടൗണിലേക്ക് വരുന്നു. അവിടെ ഒരു മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്ക് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലോ എവിടെയോ ആയിക്കോട്ടെ അവർ ആ പണം മുടക്കുന്നു. അത് വീണ്ടും നമ്മുടെ എക്കോണമിയിലേക്ക് അത് റൊട്ടേറ്റ് ചെയ്യുന്നു. ആദ്യത്തിനോട് ഞാൻ വിയോജിക്കുന്നു, രണ്ടാമത്തേനോട് ഞാൻ യോജിക്കുന്നു. ആദ്യത്തേന് ആദ്യത്തേലെന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാര് ഇത്ര ബസ്സേ ഉള്ളൂ, ഇത്ര സ്പേസേ ഉള്ളൂ, ബസ്സിനെ വലിച്ചു നീട്ടാനൊന്നും പറ്റില്ലല്ലോ. സ്ത്രീകൾ ഇത്രയും കയറുന്ന പുരുഷന്മാർ കയറാൻ സ്ഥലം വേണ്ടേ? അല്ല പ്രൈവറ്റ് ബസ്സിലേക്ക് പുരുഷന്മാർ കയറുമോ? എന്ന് പറഞ്ഞാല് അല്ല തിരക്ക് കൂടുമ്പോ KSRTC ബസ്സിൽ പക്ഷേ യാത്രക്കാരുടെ ഞാനത് എണ്ണം കൂടുന്നുണ്ടെന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കിൽ തന്നെ ഞാനത് വ്യക്തമല്ലേ? വിശ്വസിക്കുന്നില്ല. സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതൽ. സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന്മാരുടെ ഞാൻ പങ്കാളിത്തം ഭാവന കൂടും. പറഞ്ഞ ഒരു പോയിന്റിനോട് യോജിക്കുന്നത് പറഞ്ഞാൽ ഇപ്പം ഡൽഹിയിലും തമിഴ്നാട്ടിലും പലയിടത്തും ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ്. അതെ. അവിടെ എന്ന് പറയുന്നത് അവിടെ സ്ത്രീകളുടെ യാത്രക്കാരായ സ്ത്രീകളുടെ എണ്ണം വർധനവുണ്ട്, പെർസെന്റേജിൽ വർധനവുണ്ട്. ആ ഒരു പോയിന്റ് നോക്കുകയാണെങ്കിൽ വളരെ കറക്റ്റ് ആണ്. ഈ ഒരു സംഭവം നല്ല ഒരു പ്രോജക്റ്റ് ആണ്. ഈ സ്ത്രീകളുടെ കൂടുന്നതിനോടൊപ്പം തന്നെ സമാന്തരമായിട്ട് പുരുഷന്മാരുടെ യാത്രക്കാരുടെ എണ്ണം കൂടുന്നുണ്ടാവും. എങ്ങനെയാണ് കൂടുന്നത്? സ്ത്രീകളുടെ എണ്ണം കൂടുമ്പോ തന്നെ പുരുഷന്മാരുടെ എണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാനും ആ പറഞ്ഞ എന്തോ ഉദ്ദേശം ഞാൻ പറഞ്ഞുതരാമല്ലോ കൃത്യമായിട്ട് എന്റെ സംഭവിക്കുന്നത്. ഇപ്പൊ അന്ന് ഞാനും സംഭവം പറ. എന്റെ വീട്ടിലെ സ്ത്രീകളും ഒരു യാത്രയ്ക്കായിട്ട് പോകുന്നു. ഞങ്ങളുടെ കയ്യിൽ കാറോ മറ്റു ബൈക്കോ സൗകര്യങ്ങളോ ഇല്ല, ബസ്സാണ് സൗകര്യം. ഞങ്ങൾ നേരെ ടൗണിലേക്ക് പോകുന്നു. ഞങ്ങളുടെ കയ്യിൽ 2 ഓപ്ഷൻ, ഇവിടെ പ്രൈവറ്റ് ബസ് ഉണ്ട്, ഇവിടെ KSRTC ബസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെയുള്ള സ്ത്രീ അതാരും ആയിക്കോട്ടെ, അവർ പറയുന്നു ഞങ്ങൾക്ക് സൗജന്യം കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഞങ്ങൾ കൊണ്ട് KSRTCയിലാണ്. അപ്പോൾ ഞാൻ പറയുന്നു എനിക്ക് സൗജന്യം ഇല്ലോ, ഞാൻ പ്രൈവറ്റിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൈവറ്റിൽ പോയില്ല. സ്വാഭാവികമായിട്ടും ഞങ്ങൾ 5 പേരാണെങ്കിൽ ഞങ്ങൾ 5 പേരും KSRTCയിലേക്ക് പോകും. അല്ലാതെ 3 സ്ത്രീകൾ നിങ്ങൾ KSRTC പൊക്കോളൂ, ഞാൻ 2 എനിക്ക് KSRTCയോട് വിരോധമാണ്, ഞാൻ പ്രൈവറ്റിൽ വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും ഇങ്ങോട്ട് പോയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ അവിടെ സംഭവിക്കുന്നത്? KSRTCയിലേക്ക്
ആളുകളുടെ എണ്ണം കൂടി. ഈ 5 പേരും ഒരു പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഭയങ്കര തിക്കും തിരക്കാണ് സ്ത്രീകളെ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ പുരുഷന്മാര് പിന്നെയും അതിലുള്ളിൽ കയറാൻ സാധ്യത ഉണ്ട്. കൊണ്ടെന്ന് മാത്രം ചിന്തിക്കണ്ട, യാത്രക്കാരെ കൊണ്ട് ഭയങ്കരമായിട്ട് തിക്കും തിരക്കാവുമ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷന്മാര് പ്രൈവറ്റ് ബസ്സുകളെയും മറ്റു പൊതുഗതാഗതം അപ്പൊ പുരുഷന്മാർക്ക് വേറെ രീതി സ്ത്രീകൾക്ക് അങ്ങനെയില്ല. ഇത് എത്ര ബസ്സുകൾ ഉണ്ടെന്ന് നിങ്ങൾ ഈ പറയുന്നത്? വളരെ കുറച്ച് ബസ്സുകൾ മാത്രമാണ്, എല്ലാ ബസ്സുകളിലൊന്നും ഇല്ല. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യത്തിലും ഒരു ഫാമിലി ഒരുമിച്ച് എന്നുള്ള ചിന്താഗതി. സിനിമയ്ക്ക് പോയാൽ ഒരു ഫാമിലി ഒരുമിച്ച്, ഈ ഫാമിലി സിനിമ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഫാമിലി എന്താണ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമായിട്ട് നമ്മുടെ KSRTC മാറിക്കഴിഞ്ഞു. ഈ കഥ പറയുന്ന മൊത്തം പല ടൈപ്പ് ഓഫ് യാത്രക്കാരിൽ ഒരാളെ വെച്ചിട്ട് മാത്രമാണ്, ഫാമിലി ആയിട്ട് മാത്രം പോകുന്ന. ശരി, അങ്ങനെ പോകുമ്പോഴത്തേക്കും കയറും ഒരേ വീട്ടിൽ നിന്ന് വരുന്ന, അല്ലാതെ ജോലിക്ക് വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്, വെറുതെ ഔട്ടിങ്ങിന് വേണ്ടി പോകുന്ന. അതിലും പറയും ഇപ്പൊ സിംഗിൾ ആയിട്ട് പോകുന്ന ആളുകൾ. എന്താണെങ്കിലും സ്ത്രീകൾക്ക് ഇപ്പൊ KSRTCയോട് ഒരു മാനസികമായ അടുപ്പം വന്നിട്ടുണ്ട്. അതിപ്പോ ഓർഡിനറി ബസ് ആണോ എന്നുള്ളത് നോക്കിയിട്ടല്ല, KSRTC നമുക്ക് സൗജന്യം തന്നു, അത് ഓർഡിനറിയിൽ മാത്രമാണ് എന്നുള്ളതുകൊണ്ട് അവർക്ക് ഇപ്പോൾ പ്രതിപക്ഷത്തിന് എതിർപ്പുണ്ടാവും, BJPക്ക് എതിർപ്പുണ്ടാവും, LDFന് എതിർപ്പുണ്ടാവും. പക്ഷെ അതല്ല, ജനങ്ങൾ ഏറ്റെടുത്ത് സ്ത്രീകൾ പ്രത്യേകമായിട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞു. പുരുഷന്മാർക്കും ഇപ്പൊ എനിക്ക് പേഴ്സണലി എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ താമസിക്കുന്നു, എൻ്റെ വീട് കോട്ടയത്താണ്. കോട്ടയത്ത് നിന്ന് എൻ്റെ അമ്മച്ചി ഇങ്ങോട്ട് വന്നു. അപ്പോൾ വന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷം. രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്, ഫാദറും മദറും ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ എന്നെ ഒരു ടിക്കറ്റ് കാണിച്ചു, അതിൽ 0 എന്ന് എഴുതിയിരിക്കും. 0 ടിക്കറ്റ്, എനിക്ക് ഫ്രീ കിട്ടിയട യാത്ര. അവർക്ക് സന്തോഷമുണ്ട്. ആ സന്തോഷം എല്ലാവർക്കും ഉണ്ടാവില്ല, ആ സ്നേഹം എനിക്കുണ്ടാവില്ലേ, എനിക്ക് KSRTC ഉണ്ടാവില്ല. ആ സന്തോഷം ഇനി മുതൽ വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഉമ്മച്ചി എന്ന് പറയുന്ന ആൾക്ക് സ്വന്തമായിട്ട് ഇപ്പം വരുമാനം ഉണ്ടോ? വരുമാനം ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇത് ഭയങ്കര നല്ലൊരു കാര്യം തന്നെ. ഇത് തന്നെയാണ് ആദ്യം മുതൽ ഞാൻ പറയുന്നത്. അതിനേക്കാൾ സന്തോഷം ഉണ്ടായിരുന്നു കൂടെ വന്ന എന്റെ ഫാദറിന്, അതിനേക്കാളും സന്തോഷം ഉണ്ടായിരുന്നു. അതെന്താ? എന്താണ് ആ റീസൺ? എന്താണെന്നും കൂടെ പറയും. ആ റീസൺ ഇതാണ്, എന്റെ ഭാര്യക്ക് സൗജന്യമായിട്ട് KSRTC സർക്കാരിന്റെ പ്രൗഡ് മൊമെന്റ് ആണ്. പിന്നെ അവരുടെ ഫാമിലിയിൽ നിന്ന് തന്നെയാണ് ഈ പൈസ പോകുന്നത്. ആ സമയത്ത് ഉപ്പയായിരിക്കും ചെലവാക്കേണ്ടത്. അത് നല്ല കാര്യം തന്നെയാണ്. അത് കുടുംബങ്ങളിലേക്കാണ് ആ പറയുന്ന എന്തൊരു സൗജന്യത്തിലൂടെ കുടുംബങ്ങളും ബെനിഫിറ്റ് ചെയ്യപ്പെടും. ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് ഈ പ്രിവിലേജ് വേണം എന്നുള്ള രൂപത്തേക്ക് എനിക്ക് വേണ്ട. പകരം ഇതൊരു പ്രിവിലേജ് അല്ല, റൈറ്റ് ആണ്. ഈ നമ്മുടെ സർക്കാർ ആനുകൂല്യ KSRTCയിൽ സൗജന്യ യാത്ര കൊടുക്കാൻ തയ്യാറാണ്. സർക്കാരിന് അതൊരു നഷ്ടമായിട്ട് തോന്നുന്നില്ല. അഥവാ നഷ്ടം വന്നാൽ തന്നെ അത് നികത്താൻ കഴിയുമെന്ന ഒരു കോൺഫിഡൻസ് നമ്മുടെ സർക്കാരിനുണ്ട്. ആ സർക്കാരിനെ നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ സർക്കാർ പറയാണ് സൗജന്യം തരാം. സർക്കാരിന് താല്പര്യം അത് സ്ത്രീകൾക്കോ അല്ലെങ്കിൽ പുരുഷന്മാർക്കോ. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ആ സ്ത്രീകൾക്ക് ഈ അബലയും തബലയൊന്നും അല്ല ഇവിടെ. സ്ത്രീകൾക്ക് ഇത് സൗജന്യം കൊടുക്കാൻ സർക്കാർ തയ്യാറാണ്. അത് ഏറ്റെടുക്കാൻ ഒരു 90% സ്ത്രീകളും തയ്യാറാണ്. അപ്പൊ പിന്നെ അതങ്ങ് നടക്കട്ടെ. ഇപ്പൊ ഇത് ലാഭത്തിലേക്ക് KSRTC മാറ്റുക എന്നുള്ളത്, അതിന് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ KSRTC കെട്ടിടങ്ങൾ, നമ്മുടെ കേരളത്തിൽ ഒരുപാട് KSRTC കെട്ടിടങ്ങളുണ്ട്. അവിടെ കടമുറി വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഈ കെട്ടിടങ്ങൾ കൂടുതൽ അടിപൊളിയാക്കുക, സൗകര്യപ്രദമാക്കുക. അർഹത എന്നത് സോഷ്യലി മാർജിനലൈസ് ചെയ്യപ്പെട്ട ജെൻഡേഴ്സിനെ അവരെ പൊതുവിടങ്ങളിലേക്ക് കൊണ്ടുവരിക, അവരുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക എന്നതുള്ളതാണ് അർഹത. പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് ഈ ഒരു രീതി മാത്രമല്ല ഉള്ളത്. ഇതും ഒരു രീതിയാണ്. സോഷ്യലി മാർജിനലൈസ്ഡ് ചെയ്യപ്പെട്ട വ്യക്തികൾക്ക് ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ഇത് കൊടുക്കുമ്പോഴത്തേക്കും അവർ ചെന്ന് ഇറങ്ങുന്ന ബസ് ടെർമിനലിൽ ഒരു നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, നല്ലൊരു പബ്ലിക് ടോയ്ലറ്റ്. അപ്പോ അർഹതപ്പെട്ടവർക്ക് കൊടുത്ത് ബാക്കി അർഹതയില്ലാത്ത അർഹതപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ബാക്കി വരുന്ന കാശ് ഇത്രയും ഇൻഫ്രാസ്ട്രക്ചറിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നും വരില്ലല്ലോ. ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ നമ്മൾ എന്താണ് ഒന്നും ഇത് ചെയ്യേണ്ട, സ്ത്രീകൾക്ക് ഈ സൗജന്യം മാത്രം കൊടുത്താൽ മതി എങ്ങും പറഞ്ഞിട്ടില്ല. ഇൻഫ്രാസ്ട്രക്ചറുകൾ വളരെ എന്താണ് വേണമെന്ന് തന്നെയാണ് പറയുന്നത്. സർക്കാരിന് എല്ലാവരും ഒരുപോലെയാണ്. അതിൽ സ്ത്രീയെന്നോ പുരുഷനോ ട്രാൻസ്ജെൻഡർ എന്നോ വ്യത്യാസമില്ല. പക്ഷെ എല്ലാവർക്കും സൗജന്യം കൊടുക്കാൻ പറ്റില്ല. എല്ലാവർക്കും കൊടുത്താൽ 2ാം ദിവസം KSRTC ഉണ്ടാവില്ല, കൊടുക്കുന്നില്ല. എല്ലാവർക്കും കൊടുക്കുന്നില്ല. അപ്പൊ അതിൽ ഒരു വിഭാഗത്തിന് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. അത് സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് എല്ലാവർക്കും ഇരുന്നോട്ടെ, അതിൽ ഞങ്ങളൊരു പ്രത്യേക തരംതിരിവ് കൊണ്ടുവരുന്നില്ല സർക്കാർ തീരുമാനിച്ചു. അതിലൊരു 80-90% സ്ത്രീകൾക്ക് സന്തോഷമാണ്. അപ്പൊ അത് നടന്നു പോട്ടെ. ഇപ്പൊ 100 ദിവസം കഴിയുന്നു. നിങ്ങൾ പറഞ്ഞ രീതിയിൽ 100 ദിവസം കൊണ്ട് അവിടെ വലിയ പാളിച്ചകൾ ഉണ്ടായി, അല്ലെങ്കിൽ വലിയ ധനനഷ്ടം ഉണ്ടായി, സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഇനിയിപ്പോൾ നിർത്താൻ പോവാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് വിമർശിക്കാം. ധനനഷ്ടത്തിനുള്ള കാശ് എവിടെയെന്നാണ് കിട്ടിയത്? ട്രയൽ ആൻഡ് എററിന് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. 800 കോടി രൂപയാണ് ട്രയൽ ആൻഡ് എററിന് വേണ്ടിയിട്ട് ടാക്സ് പേ ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ അവകാശമാണ്. ഇത് എങ്ങനെ വിനിയോഗിക്കും
ജീവിക്കുന്നു അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പുരുഷന്മാര് മാത്രമൊന്നുമല്ല ഈ പുരുഷന്മാർ മാത്രമാണ് ഞാൻ ഇപ്പം പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളും അതിലുണ്ടെങ്കിൽ സ്ത്രീകൾക്കും benefit വേണം. ഒരു ജെൻഡറിനെ പ്രൊമോട്ട് അങ്ങനെയല്ല, ഇതാണ് പ്രശ്നം. നിങ്ങൾ ഇങ്ങനെ ഒരു എന്താണ് നിഷ്പക്ഷവാദം എടുക്കുന്ന സമയത്തുള്ള പ്രശ്നം അല്ലല്ല, ഇതാണ്. ഇത് gender നിങ്ങൾ fluidity നിഷ്പക്ഷവാദമൊന്നും അല്ല എന്താണ് റിസർവേഷൻ ഇപ്പൊ റിസർവേഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. റിസർവേഷന്റെ സമയത്ത് പലർക്കും എന്താണ് സോഷ്യലി മാർജിനലൈസ് ചെയ്യപ്പെട്ട മനുഷ്യരാണ് റിസർവേഷൻ നേടുന്നത്. കാസ്റ്റ് ബേസിസ് ഉൾപ്പെടെയുള്ളതാണ് ഞാൻ പറയുന്നത്. അവിടെയും ആളുകൾ പറയുന്നുണ്ട് ഇത് എന്തിനാണ് ഇതിന്റെ ആവശ്യം. ഫിനാൻഷ്യൽ അവിടെയും ആളുകൾ പറയുന്ന ഇതാണ്, ഫിനാൻഷ്യലി വരട്ടെ. എന്താണ് പണമുള്ള SC/ST കാസ്റ്റുകളിലുള്ള പണമുള്ള ആളുകളുണ്ട്, അവരെന്തിനത് വാങ്ങുന്നു എന്ന് ചോദിക്കുന്ന ആളുകൾ. അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ജെൻഡറിന്റെ കാര്യത്തിൽ വരുമ്പോഴും ഇവർ പറയുന്നത് ഇതൊക്കെ ഒരു സോഷ്യലി കൂടി നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണെന്നല്ല കരുതുന്നത്. ഇതിനെല്ലാം അങ്ങ് ഫിനാൻഷ്യലി അങ്ങ് ചെയ്യാം. വിദ്യാർത്ഥികൾ പണം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ വിദ്യാർത്ഥികളുടെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ സ്റ്റുഡൻസിനെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വണ്ടിയിൽ ഈ യാത്ര ചെയ്ത് 2 വീലറിൽ യാത്ര ചെയ്ത് വരാൻ പറ്റുന്നവരുണ്ടാവും, നടന്നു വരുന്നവരുണ്ടാവും, ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഇതിനെല്ലാം നിങ്ങൾ എന്താണ് ഈ പറയുന്നത് പോലെ ഈ ഫിനാൻസ് വെച്ചിട്ട് നിങ്ങൾ അളക്കുമോ? വളരെ സിമ്പിൾ ആയിട്ട് ഇത്ര ആധികാരികമായ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഈ സിമ്പിൾ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് KSRTC യാത്ര കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കിത് അടിപൊളിയാണ്, സൂപ്പറാണ്, ഞാൻ യാത്ര ചെയ്യും, എൻജോയ് ചെയ്യും. ഓക്കെ, പക്ഷേ എന്ന് വെച്ചിട്ട് എൻ്റെ വീട്ടിലുള്ള എനിക്കിത് തരാൻ സൗകര്യമില്ല കേട്ടോ. തൽക്കാലം നമുക്ക് പിന്നീട് ആലോചിക്കാം. തൽക്കാലം എൻ്റെ വീട്ടിലൊരു സ്ത്രീക്ക് കൊടുക്കാം. ഞാൻ ഹാപ്പിയാണോ? 100% ഞാൻ ഹാപ്പിയാണ്. ഇതാണ് നമ്മൾ ഇങ്ങനെ എടുത്താൽ പോരെ, വളരെ സിമ്പിൾ ആയിട്ട് എടുത്താൽ പോരെ. എനിക്ക് ഹാപ്പിയാണ്. പിന്നെന്താ, എനിക്ക് കിട്ടിയ തന്നാ ഞാൻ ഇരു കൈ നീട്ടി മേടിക്കും. പക്ഷേ തൽക്കാലം അപ്പുറത്തെ ആൾക്കാർ സമ്മതിക്കുന്നു. അതിന്റെ മെച്ചവും പല തരത്തിലാണ്. ഈ ഒരു ഫാമിലിയിൽ ഒരു മനുഷ്യൻ എന്തെങ്കിലും മെച്ചം ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും കറങ്ങി തിരിച്ച ഫാമിലിയെ മൊത്തത്തിൽ അത് ബാധിക്കും. ഇത് നമ്മൾ നടപ്പിലാക്കി തുടങ്ങട്ടെ. നിങ്ങൾ ഇങ്ങനെ തുടക്കത്തിലേ തന്നെ ഇതിന് ഭയങ്കരമായ ഒരു പ്രശ്നമാണ്. ഇതിപ്പോ അങ്ങ് KSRTC അങ്ങനെ കരുതാതെ നമുക്ക് നോക്കാം. ഇത് കംപ്ലീറ്റ്ലി ഓർഡിനറി എന്ന് മാറ്റി എന്തുകൊണ്ട് പിങ്ക് ബസ്സുകൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഈ പിങ്ക് ബസ് ബസിന്റെ ആവശ്യം എന്താ? പറയുന്നത് ഈ പറയുന്ന തമിഴ്നാട്ടിലൊക്കെ ഓർഡിനറിയിൽ എന്ത് ചെയ്യുന്നു, അവര് സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അവരൊരു പിങ്ക് ബസ് ആക്കി എടുക്കുന്നേ ഉള്ളൂ. അല്ലാണ്ട് പിങ്ക് ഇലക്ട്രിക് ബസ്സുകൾ വന്നൂടെ? അങ്ങനെയാണ് ഇപ്പൊ സുരക്ഷ എന്ന് പറഞ്ഞ നമ്മൾ പറഞ്ഞ ഈ കേസുകൾ നമ്മുടെ നാട്ടില് 5000 സംതിങ് ഇങ്ങോട്ടാണ് KSRTC ബസ്. അതിൽ തന്നെ 3000 സംതിങ് ഓർഡിനറി ബസ്സാണ്. അപ്പൊ കൂടുതൽ ബഹുഭൂരിപക്ഷം ഓർഡിനറി ബസ്സാണ്. അതെ, ഫർസയുടെ ഇതെല്ലാം തോന്നുന്നു സ്ത്രീകൾക്ക് മാത്രമായിട്ട് ബസ് വേണമെന്നാണോ ഞാൻ പറയുന്നത്? ഈ സുരക്ഷ നമ്മൾ ഡിസ്കസ് ചെയ്തോണ്ട് പറയാണ്, ഈ സ്ത്രീകളെല്ലാരും കൂടിയിട്ട് ഒരു ബസ്സാക്കി മാത്രം ഒരു ബസ്. അതിൽ നിങ്ങൾക്ക് ഇൻഇക്വാലിറ്റിയുടെ ഒരു പ്രശ്നം തോന്നുന്നു. ഞങ്ങൾക്ക് ഈ പുരുഷന്മാർക്ക് മാത്രം ഒരു ബസ് വേണം ഞങ്ങൾ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായി മാറും. ഞാൻ സുരക്ഷയുടെ കാര്യം സംസാരിച്ചു. അതെങ്ങനെയാ സുരക്ഷയ്ക്ക് വേണ്ടി എലിയെ പേടിച്ച് ഇല്ലം ചൂടുന്ന ഇതാ പറയുന്നത്. അതായത് സ്ത്രീകളെ മാറ്റി വെച്ചേക്കാം, അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട്. സുരക്ഷയുടെ പ്രശ്നം ശരിയാണ്, സ്ത്രീകൾക്കാണ് കൂടുതൽ എന്ന് പറയുമ്പോൾ തന്നെയും പുരുഷന്മാർക്കും സുരക്ഷയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ മനസ്സിലും ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. ഞങ്ങളും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, പലതരത്തിലുള്ള നോട്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ സ്ത്രീകൾ വേണ്ടാത്ത തരത്തിൽ പുരുഷന്മാരെ നോക്കാറുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ടോ? അത് ഞാൻ ഒരു കാര്യം ഇപ്പം പറഞ്ഞ ഫർസ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുന്നുണ്ട്. ഇവിടെ സ്ത്രീയെ മാറ്റണം, പുരുഷന് വേറെ, സ്ത്രീക്ക് വേറെ, നടക്കുന്ന കാര്യം കൂടെ അപ്പുറത്ത് നിൽക്കുന്ന ആണോ പെണ്ണോ ട്രാൻസ്ജെൻഡറോ ആരും ആയിക്കണം, അവർക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്. അതിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കാന്നുള്ളതാണ് ആദ്യം. അത് അവനവന് വേണ്ട മൈൻഡ് സെറ്റ് ആണ്. അല്ലാതെ ബസ് അത് മാത്രമല്ല, ബസ്സിന്റെ കാര്യം പറഞ്ഞല്ലോ, എന്താ വേണം, നമ്മുടെ സാധാരണ ബസ്സുകളിൽ 2 സീറ്റ് സ്ത്രീകൾക്ക് കൊടുക്കുന്നതിന് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലത്താണ് സെപ്പറേറ്റ് ബസ് വേണോന്ന് പറയുന്നത്. സെപ്പറേറ്റ് ബസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്കും വേണം. അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല. നമുക്ക് സുരക്ഷനെ പറ്റി സംസാരിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ അത് വളരെ അതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞ നേരത്തെ ഈ പിന്നെ സൗജന്യ യാത്രയിൽ സ്ത്രീ പുരുഷ വ്യത്യാസം കാണിച്ചു എന്നുള്ള തോന്നൽ എന്തുകൊണ്ട് അതിൽ വരുന്നില്ല? നമുക്ക് കട്ട് ചെയ്താലോ? കട്ട് ചെയ്യണ്ട, ഇത് അതുപോലെ തന്നെ ഇത് കൊടുക്കേണ്ടി വരും. നോക്കാം അല്ലേ? അല്ല, നന്നായി നടക്കട്ടെ, നമുക്കും അത്രേ ഉള്ളൂ. ഉപകാരപ്പെടേണ്ടവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടണം എന്നത് മാത്രമാണ് എന്റെ പക്ഷം. തുടക്കത്തിൽ എന്റെ ഇപ്പോഴും അഭിപ്രായം അതാണ്. അത് ഒരു വിഭാഗത്തിലേക്ക് ചുരുക്കരുതെന്നാണ്. പക്ഷെ ആ വിഭാഗത്തിന് ഉപകാരപ്പെടുമെങ്കിൽ എതിർത്തവരാരും ഇനിയിപ്പം നമ്മുടെ പ്രിയദർശിനി ഇതിൽ കയറില്ലല്ലോ. ബസ്സിൽ കയറി കഴിഞ്ഞാൽ പൈസ കൊടുക്കൂ?
അത് അങ്ങനെയുള്ള ഞാൻ ബസ്സിൽ ഊബർ കയറി വിളിച്ചാലും പോവും. ഞാൻ ഊബർ വിളിച്ചാലും പോകും. ഈ ഫസ്റ്റ് നമ്മൾ ഏതെങ്കിലും അല്ല, ഇത് പ്രിയദർശിനി ബസ്സിൽ നിന്ന് പൊക്കിയാൽ അല്ല എന്റെ നാട്ടിൽ ബസ്സില്ലല്ലോ. അപ്പൊ പിന്നെ എന്തിനാ? ഫർസയെ പ്രിയദർശിനിയിൽ നിന്ന് പൊക്കി. ഫർസേനെ നോക്കാൻ ഒരു ഡിറ്റക്റ്റീവിനെ വെക്കണം, നമുക്ക് ഒരു ഡിറ്റക്റ്റീവിനെ വെക്കണം. ഫസ്റ്റ് ഫോളോ ചെയ്യുന്നതാണ് ഏതെങ്കിലും പ്രിയദർശിനി ബസ്സിൽ നിന്ന് ഈ മുഖത്തിലുള്ള ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാരും നോക്കി വെച്ചോളൂ, നോക്കി വെച്ചോളൂ. ആരും അറിയില്ല. ശരിക്കും നമ്മൾ അങ്ങനെ നിലപാടെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളതാണ്. അതിപ്പോ നമുക്ക് കിട്ടുന്ന ഏതൊരു വെൽഫെയർ സ്കീം ആണെങ്കിലും എൻജോയ് ചെയ്യുക. സർക്കാരാണ് ഈ സർക്കാർ എന്ന് പറയുന്നത്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, നമ്മൾ ടാക്സ് ഞാൻ കൊടുക്കും. കുറച്ചുകൂടി ജെൻഡർ ഫ്ലൂയിഡ് ആയി അത്രേ ഉള്ളൂ, ചിന്തിച്ചതുള്ളൂ. നമ്മൾ എൻജോയ് ചെയ്യാം. ജനകീയ സർക്കാരാണ്. അപ്പോൾ എന്റെ ഒരു പോയിന്റ് ജനകീയ സർക്കാരല്ലേ? അപ്പൊ കുറച്ചുകൂടി ജനകീയ തീരുമാനങ്ങളാണ്. ജനകീയ തീരുമാനങ്ങളായോണ്ട് ഞാൻ ജെൻഡർ ഫ്ലൂയിഡ് ആയി ചിന്തിച്ചു. എന്തായാലും ഇനി പ്രിയദർശിനി ബസ്സിൽ കയറി ഫ്രീ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. അല്ല, ഇനി വേറൊരു കാര്യമില്ല. ഇപ്പോ ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര, ഇപ്പോ ഞങ്ങൾക്കത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ആളുകൾക്ക് മറ്റു ഓപ്ഷൻസ് ഇല്ലേ? അതെ. വേറെ നിങ്ങൾ ബസ്സുകളിൽ പൊക്കോളെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആരും ബസ്സിൽ വിളിച്ചില്ല. ഞാൻ നിങ്ങൾ പോകും. പൊക്കോ. ഓർഡിനറി അല്ല, ഞാൻ കയറും. ഞാൻ പ്രിയദർശിനി ബസ്സിൽ ഫ്രീ ടിക്കറ്റ് കയറിയിരിക്കും. അർഹതപ്പെട്ടവരുടെ ഞാൻ വീണ്ടും ആവർത്തിക്കും, ഞാനും വെങ്കിയും പറഞ്ഞ അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഇത് എത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഈ ഓർഡിനറി ബസ് കാത്തു നിന്ന് കയറാൻ ആഗ്രഹിക്കുന്നവർ കാത്തു നിന്ന് കയറി അവർ അതിന്റെ സൗകര്യങ്ങൾ അനുഭവിക്കട്ടെ. അവർക്ക് അവർ 60-100 രൂപ അവർക്കൊരു ലാഭമാക്കി അത് അവർക്ക് അവരുടെ കുടുംബത്തിൽ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചത് മെച്ചപ്പെടുന്നുണ്ടെങ്കിൽ അവരത് ആസ്വദിച്ചോട്ടെ. ഇനി ഇത് വേണ്ട എന്നുള്ള ആളുകൾ പുറത്തിറങ്ങി നിൽക്കുക, ഏത് ബസ് കിട്ടിയാലും കയറി പോവുക. ഓർഡിനറി ആണെങ്കിൽ ഓർഡിനറി, ഇതല്ല പ്രൈവറ്റ് ആണോ അല്ലെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് ആണോ ഫാസ്റ്റ് ഫാസ്റ്റർ ആണോ ഏതാണെങ്കിലും അത് ഉപയോഗിക്കുക. അതെ, അപ്പോൾ 100 ദിവസം എന്നുള്ളൊരു സമയപരിധിയാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. ആ 100 ദിവസം കഴിയുമ്പോൾ മറ്റെല്ലാ ബസ്സിലേക്കും ഇത് വ്യാപിപ്പിക്കാൻ സർക്കാരിന് സാധിക്കട്ടെ. ഏറ്റവും ജനകീയമായിട്ട് മാറട്ടെ. 5 വർഷം ഇത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. നമ്മളെല്ലാവരും അവസാനം ഇപ്പോൾ എതിർക്കുന്ന ആളുകൾ പോലും ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ പദ്ധതിക്ക് കൈയടിക്കട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. അല്ലേ? ഇതല്ലേ നമ്മുടെ ആഗ്രഹം. നമുക്കത് സാമ്പത്തികമായി രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്നാണ് അതെ, എൻ്റെ ആഗ്രഹം. എന്നിട്ട് അവസാനം സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ട് അവസാനം ഇപ്പോ പണം കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് പുരുഷന്മാർക്ക് കൂടി ഇനി ഫ്രീ ആക്കാൻ ഈ സർക്കാർ തീരുമാനിച്ചു എന്നൊരു പദ്ധതിയും കൂടി വരട്ടെ. വരട്ടെ അല്ലേ? എന്ത് മനോഹരമായി നടക്കാത്ത സ്വപ്നം എന്നൊക്കെ പറയാം, എന്നാലും ആഗ്രഹിക്കാലോ. എല്ലാ പുരുഷന്മാരും ഇല്ല, ഞാൻ ആ എല്ലാ പുരുഷന്മാർക്കും കൊടുക്കണമെന്ന് ഞാൻ അല്ല, പറഞ്ഞില്ല. എല്ലാ മനുഷ്യന്മാർക്കും ഫ്രീ ആവട്ടെ, അങ്ങനെ എല്ലാവർക്കും ഫ്രീ ആയി. എന്തത് മൊത്തം സൗജന്യങ്ങൾ തരാൻ യൂട്ടോപ്പിയാണ് അല്ല, നടക്കുന്നത്. ആ രീതിയിലേക്ക് വളർന്നാലോ? അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ? ഓക്കെ, അപ്പൊ നമുക്ക് പോസിറ്റീവ് ചിന്തിക്കാം. ഓക്കെ, ബി പോസിറ്റീവ്. ബി ബി പോസിറ്റീവ്. പോസിറ്റീവ്. ഓക്കെ, നമുക്ക് വീണ്ടും സൊറ. അപ്പൊ സൊറ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായോ? അതെ, അടുത്ത സ്വറമായി നമ്മൾ ഇനിയും വരും. ഇനിയും വെറും സൊറയല്ല, സംതിങ് Something rational. rational.